എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി മോളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നീ നവ്യ കയറി വരുന്നത്. നവ്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടുകയല്ല. നീ എന്നതാണ് ഈ ചെയ്യുന്നത്? ഇവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുക, നീ ആണോ ഇവളുടെ അച്ഛൻ എന്ന് ചോദിക്കുവാണ്. അന്നേരം കൊച്ച് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് വിഷമിച്ച് പറയുവാണ്, അയ്യോ ഇത് അച്ഛനല്ല എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അച്ഛനല്ല എന്ന് എനിക്കറിയാം, പിന്നെ ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ അവളെ സ്വന്തം അച്ഛൻ ചെയ്തു കൊടുത്തോളും, അല്ലാതെ നീയല്ല ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മായി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന്. അന്നേരം നവ്യ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അവരിതെല്ലാം പറയേണ്ടത് അവരുടെ മകനോടാണ്, അല്ലാതെ നിന്നോടല്ല. ഇതിപ്പം അവർ പല രീതിയിൽ പറഞ്ഞ് ഇത് നിൻ്റെ കൊച്ചാക്കും. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എനിക്കറിയാം. അമ്മായിയും അതുപോലെ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആ രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതെല്ലാം പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാലോ നവ്യ, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പം, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെന്നാണ് നീ പറയുന്നത്? ഇപ്പം നമ്മൾ അത്യാവശ്യം മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നീ ഇങ്ങനെ അവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ചിലവിന് തരാൻ എനിക്ക് യാതൊരു മടിയില്ല. അതുകൊണ്ട് നിൻ്റെ ചിലവ് കൂടി ഞാൻ നോക്കിക്കോളാം. അവർ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ തലയാട്ടി നിൽക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ട്, നീ എന്തിനാ ഇനി ഇവിടെ ഇരിക്കുന്നത്, ഇറങ്ങി പോവച്ചേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും ചന്തുമോൾ അങ്ങ് ഇറങ്ങിപ്പോവേ. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിനോട് അങ്ങനെയൊന്നും പറയണ്ട നവ്യ എന്ന് പറയുമ്പോൾ, പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല, വഴിപിഴിച്ച് നടന്ന ഒരുത്തിയുടെ കുഞ്ഞാണിത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അച്ഛനും അതുപോലെ അമ്മയോ ആരാണെന്ന് നോക്കിക്കോളും, നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. ആ കൊച്ചങ്ങ് പോയി കഴിയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇനി മേലാൽ നീ ഇത് ആവർത്തിച്ചേക്കരുത്, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവർ പറയുന്ന ഒരു കാര്യവും നിൻ്റെ ചേട്ടനോ അതുപോലെ അമ്മായിയോ ആരെന്ത് പറഞ്ഞാലും നീ അനുസരിക്കരുത് എന്നും പറയുവാണ്. ചെയ്തോളാമെന്നും പറയുന്നു അഭി. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും ആദർശവും അടക്കം എല്ലാവരും കൂടെ, വീട്ടിലെ ആണുങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നവ്യയുടെ പരസ്യം കാണുവാണ്. അത് കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ അതങ്ങ് നിർത്തിക്ക് എന്ന് പറയുന്നുണ്ട്. അന്നേരം ജയം പറയും, അതിനകത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അഭി ചെയ്ത ചതി അറിയാതെയാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കെതിരെ തിരിയുന്ന ശത്രു ആരാണ് എന്ന് കണ്ടുപിടിക്കണം. ഏതായാലും ഡേവിഡ് അല്ല ഇതൊന്നും ചെയ്യുന്നത്, അയാൾ വെറും ഒരു ബിനാമി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ടു ഇസഡ് അറിയാവുന്ന ആരോ ആണ് നമുക്കെതിരെ നിൽക്കുന്നത്, അതാണ് നവ്യ തന്നെ അവർ മോഡലായിട്ട് വിളിച്ചത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശനോടായിട്ട് പറയുന്നുണ്ട്, നമ്മൾ വലിയൊരു ഡീലിനാണ് പോകുന്നത്, ആ ഡീല് കിട്ടിയാൽ തന്നെ നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളിയാകും എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട്, 5 വർഷത്തേക്കുള്ള ഡീലാണ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഉണരും എന്ന് പറയുന്നു. അതുപോലെ അജയനും പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്ന ക്ഷീണം ഈ ഒരു ഡീല് കിട്ടുവാണെങ്കിൽ നമുക്ക് നികത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി മാറും എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയാം, അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ മുംബൈക്ക് പോകുന്നത്, ഈ ഡീല് നമുക്ക് നഷ്ടപ്പെടില്ല മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നഷ്ടപ്പെടരുത്, നീ വിജയിച്ചു വരാൻ വേണ്ടി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധി നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം, നമ്മുടെ ശത്രു നമ്മുടെ നിഴൽ പോലെ നമ്മുടെ ഒപ്പമുണ്ട്, അത് നമ്മളെപ്പറ്റി അറിയാവുന്ന ഒരാളാണ് എന്നുകൂടി മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ആദർശനോട്. അതെല്ലാം അംഗീകരിച്ചിട്ടാണ് ജയിച്ചിട്ട് തിരിച്ചു വരുവുള്ളൂ എന്നൊരു ഉറപ്പും കൊടുത്തിട്ടാണ് ആദർശ് അപ്പുറത്തേക്ക് പോകുന്നത്. പോയി കഴിയുമ്പം ജയം പറയുന്നുണ്ട്, അവന് നല്ല ടെൻഷനുണ്ട്, പിന്നെ അച്ഛൻ ഓരോന്ന് സംസാരിക്കുമ്പം അവന് അതുപോലെ തന്നെ കോൺഫിഡൻസും ഉണ്ട് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നത്, എന്തോ ഒരു ആപത്ത് വരാനിരിക്കുന്നു എന്നെൻ്റെ മനസ്സ് പറയുന്നു, അവൻ ദുബായ് ജയിലിലായതിനു ശേഷം, അതിന് ജയിലാകും എന്നൊരവസ്ഥ വന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ തോന്നി തുടങ്ങിയത്, അതുകൊണ്ട് അവൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത് പൂർണ്ണമായ മനസ്സോടും നല്ല കോൺഫിഡൻസോടും കൂടിയായിരിക്കണം, അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ മുത്തശ്ശനും പറയുന്നു. ഏതായാലും എല്ലാവർക്കും നല്ല ടെൻഷനാട്ടോ. പിന്നെ നവീനെ കാണിക്കുന്നുണ്ട്, നവീന് രാത്രിയായപ്പം നന്ദുവിനോട് സംസാരിക്കാതെ ഒരു നിവൃത്തിയില്ല, ആകെ വിഷമം, അതുകൊണ്ട് നന്ദുവിനെ വിളിക്കുവാണ്. വിളിച്ചു കഴിയുമ്പോഴേക്ക് അപ്പം തന്നെ നന്ദു ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു, നവീനേട്ടൻ വിളിച്ചത് ഏതായാലും നന്നായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ നവീനും പറയുന്നുണ്ട്, ഞാൻ കേസ് പഠിക്കുമായിരുന്നു, പഠിച്ച് മടുത്ത് ബോറായപ്പോഴാണ് എനിക്കും നിന്നെ വിളിക്കാൻ തോന്നിയത് എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അതിനിടയ്ക്ക് കേസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതൊന്നും ഓർത്ത് നവീനേട്ടൻ ടെൻഷൻ ആകുമൊന്നും വേണ്ട, നവീനേട്ടൻ പൊളിയല്ലേ, അതുകൊണ്ട് നവീനേട്ടൻ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ജയിക്കുന്നു ഒക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് കേസിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഫോം വെക്കുന്നതിന് മുമ്പ് നവീൻ നന്ദുവിനോട് ചോദിക്കുവാണ്, നാളെ രാവിലെ നടക്കാൻ വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാനും വരായിരുന്നു, നമുക്ക് ഒരുമിച്ച് നടക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പം നോക്കട്ടെ നവീനേട്ടാ, ഞാൻ വരാൻ നോക്കാം എന്നൊക്കെ പറയുവാണ്. എന്നിട്ടാണ് ഫോം വയ്ക്കുന്നത്.
ഫോൺ വെച്ച് കഴിയുമ്പോൾ നവീൻ ഓർക്കുവാണ് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് പയ്യെ പയ്യെ അടുക്കണം, എന്നിട്ട് എൻ്റെ ഇഷ്ടം പറയണം, ഇനി അനിയെ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ നവീൻ മനസ്സിൽ ഓർക്കുന്നു. അങ്ങനെ ഇഷ്ടം പറഞ്ഞതിന് ശേഷം കുറേ നാൾ അവളെ പ്രേമിച്ച് നടക്കണം, വിവാഹമൊക്കെ അതിൻ്റെ മുറ പോലെ പയ്യെ അങ്ങ് നടന്നോളും എന്നൊക്കെ നവീൻ മനസ്സിൽ ചിന്തിച്ചു വയ്ക്കുന്നുണ്ട്. ഈ സമയം നന്ദു മനസ്സിലോർക്കുക, എന്നെ വിളിക്കേണ്ടവൻ വിളിക്കുന്നില്ലല്ലോ, അവൻ എന്താ പോലും വിളിക്കാത്തത്, ഇനി ഞാൻ അവനെ അങ്ങോട്ട് വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കനക അങ്ങോട്ട് വരുന്നത്. കനക വന്നിട്ട് നന്ദുവിൻ്റെ ഈ ഇരിപ്പൊക്കെ കാണുമ്പോൾ ആരടി നിന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കും. അന്നേരം ഫോൺ എടുത്ത് നന്ദു കനകയുടെ കയ്യിലോട്ട് കൊടുക്കും. അന്നത്തേക്കും അതിൻ്റെ അകത്ത് നവീനാന്ന് കാണുമല്ലോ. അന്നേരം തുടങ്ങും തള്ളയുടെ ഇളക്കം. അയ്യോ ഇത് നവീൻ മോനായിരുന്നു, നവീൻ മോൻ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നവീൻ മോൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അതെന്താ നവീനേട്ടനും ഇപ്പോൾ വിളിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നവീൻ മോൻ വിളിച്ചോട്ടെ, നിങ്ങൾ പോലീസും വക്കീലൊക്കെ ആകുമ്പം സംസാരിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണുമല്ലോ, അതുകൊണ്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അനി വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, അവൻ രാത്രി വിളിച്ചേക്കരുത് എന്ന് പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട് പകൽ വിളിച്ചാൽ കുഴപ്പമില്ലെന്ന്. പകലെന്നല്ല രാത്രിയിലെന്നല്ല ഒരു സമയത്തും അവൻ നിന്നെ വിളിക്കണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ചാടി വന്ന അകത്ത് കയറിയ ഒരുത്തനുണ്ടല്ലോ, ഒരു കള്ളൻ, അത് അനിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം അങ്ങനെ അമ്മ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിഷ്ടം പോലെ ശത്രുക്കളുണ്ട്, അതിലാരെങ്കിലും ആയിരിക്കും വന്നത് എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അതല്ല എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് ഇത്രയും നാളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ നീ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കനക. പിന്നീട് ജലജയെ കാണിക്കുന്നുണ്ട്. ജലജയ്ക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. കാരണം അടുക്കളയിൽ പണിയെടുത്ത് ആകെ കരിഞ്ഞു പോയി, നല്ല റോസാപ്പൂ പോലെ ഇരുന്നതാണ് ഞാൻ ആകെ കറുത്തുപോയി എന്ന് പറഞ്ഞ് പരാതി പറയുമ്പം അഭി ചോദിക്കുന്നുണ്ട് അമ്മ ഇനി അമ്മയുടെ മുഖം മിനുക്കിയിട്ട് രണ്ടാമത് വിവാഹം കഴിക്കാൻ എന്തെങ്കിലും പോകുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ആകെപ്പാടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുവാണ് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അമ്മ കഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞാനും കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ അവസ്ഥ അമ്മ കാണുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് ജനിച്ചേ പിന്നെ ഇതുപോലൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട് അത് അമ്മയുടെ ഭാഗ്യം കൊണ്ടാണ്, മുത്തച്ഛനും മുത്തശ്ശിയും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി ജീവിക്കേണ്ടി വന്നേനെ എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ ഈ വീട്ടിൽ വന്ന എൻ്റെ മകനായിട്ട് പിറന്നതല്ലേ നീ, നിനക്ക് അനിക്കും ആദർശനും കൊടുക്കുന്ന അതേ സ്ഥാനം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കളഞ്ഞു കുളിച്ചത് ആരാടാ? നിനക്കിപ്പോൾ 2 മക്കളുണ്ട്, ഒന്ന് ചന്തുമോളും ഒന്ന് അനന്തപത്മനാഭനും. സത്യം പറയടാ, ഇനിയും എവിടെയെന്നെങ്കിലും കുട്ടികൾ വരാനുണ്ടോ, നീ ചതിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളെ നീ വേറെ ചതിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ദേവേനി വരുന്നത്. ദേവേനി പറയുന്നുണ്ട് അവൻ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി കുഞ്ഞുങ്ങളായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരാനുണ്ടോ എന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ, ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇവൻ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് ഇവൻ 8ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ് പെൺകുട്ടികൾക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ, അത് പ്രശ്നമായി ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അച്ഛൻ ഇവനെ ചെയ്തതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആ സ്വഭാവമൊന്നും അവനിൽ നിന്ന് പോകുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് ഇതൊന്നും പറയാനല്ല, നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് അത് പറയാനാണ്. നാളെ ആദർശ് ഇവിടുന്ന് പോവുകയാണല്ലോ മുംബൈക്ക്, അതിനു മുമ്പ് ഒരു പൂജയുണ്ട്, അപ്പോൾ ആ പൂജ നടക്കുന്നതിന് മുമ്പ് വീട് മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കണം, അതൊന്നും പോരാതെ രാവിലെ എഴുന്നേറ്റ് മുറ്റവും തൂത്ത് വൃത്തിയാക്കണം എന്ന് പറയുക. എന്നിട്ട് ആകെ വിഷമാവുന്നു രണ്ടുപേർക്കും. അഭി ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മായി ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട് നിന്നെയൊക്കെ കഷ്ടപ്പെടുത്തുവാണോ ഈ ചെയ്യുന്നത്, നീയൊക്കെ ചെയ്തതിന് ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്ത് കളയണമായിരുന്നു, അതേതായാലും ഞങ്ങൾ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പുറകേക്കടി ചെന്ന് അടിക്കാൻ തുടങ്ങുന്ന പോലെ കാണിക്കുമ്പോൾ കറക്റ്റ് അങ്ങ് തിരിയും ദേവേനി. എന്നിട്ട് നീ എന്താടി ഇപ്പോൾ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ കാണിച്ചത് എന്താണ് എന്നൊക്കെ എനിക്കറിയാം, നിനക്ക് എന്നെ തല്ലാനും കൊല്ലാനും ഒക്കെ തോന്നുന്നുണ്ടാകും, പക്ഷേ അതൊക്കെ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, എൻ്റെ അടുത്തേക്ക് എടുക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ദേവേനി അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പം ജലജ പറയുക ഇന്നത്തെ അവിയലിൽ മുട്ടയിട്ടത് നന്നായി, ഇവളുടെയൊക്കെ വ്രതം അങ്ങ് മുടങ്ങി കിട്ടിയല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതിന് അമ്മായി ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അമ്മായിയുടെ വ്രതമൊന്നും മുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവളുടെ മുടങ്ങിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ മുടങ്ങിയല്ലോ, അവളുടെ മകൻ അങ്ങോട്ട് പോയിട്ട് വിജയിച്ച് വരരുത്, അവൻ തോറ്റ് തുന്നം പാടി ഇങ്ങോട്ട് വരണം, എന്നിട്ട് മൂർത്തി ജ്വല്ലറി നശിച്ച് നാരാണക്കല്ല് പിടിക്കണം. ഇപ്പം നമ്മൾ സഹായിക്കേണ്ടത് AN ജ്വല്ലറിക്കാരെയാണ്, കാരണം അവരെ കൊണ്ടല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ, അതുകൊണ്ട് അവരെ സഹായിക്കാനും അവർ വിജയിക്കാനുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകളെ എനിക്കുള്ളൂ എന്ന് അഭി പറയുന്നുണ്ട്. അഭിക്കും ഭയങ്കര ദേഷ്യം. പിന്നെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു കുറേ നേരം അനി ഫോൺ വിളിക്കുമോ എന്നോർത്ത് വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കുവാണ്. അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്തേ ഉള്ളായിരുന്നു എന്ന്. അന്നേരം അതിൻ്റെ കൂടെ നന്ദു പറയുക നിനക്കല്ലേ വിളിക്കാൻ ബുദ്ധിമുട്ട്, എന്നെ എപ്പോഴും നവീനേട്ടൻ വിളിക്കുന്നുണ്ട്, കുറച്ച് മുമ്പ് വരെ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ എന്തിന് ഈ രാത്രിയിലൊക്കെ നിന്നെ വിളിക്കുന്നത് എന്ന് അനി ചോദിക്കും.
അന്നേരം നന്ദു ചോദിക്കുക അതെന്നാടാ നിനക്ക് അങ്ങനെ ഒരു ചോദ്യം, നവീനേട്ടൻ എന്നെ വിളിച്ചെന്നോർത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ 2-3 കേസുകൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് നല്ല ഫ്രണ്ട്സായി. നവീനേട്ടനെ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്നിങ്ങനെ പറയുക. അന്നേരം എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. അന്നേരം എന്താടാ നീ ഒന്നും മിണ്ടാതെ, നിനക്ക് ആണുങ്ങൾക്ക് സാധാരണയുള്ള ആ സംശയവും ഈഗോയും ഒക്കെ പുറത്തേക്ക് ചാടുവാണോ എന്ന് ചോദിക്കുക. അന്നേരം ആനി പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, നവീൻ നിന്നെ വിളിച്ചെന്ന് ഓർത്ത് ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നീ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, നവീൻ ഏട്ടനെ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അതിൻ്റെ അകത്തൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, കാരണം ഞങ്ങൾ അത്രയും ഫ്രണ്ട്സാടാ എന്നിങ്ങനെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. അതുപോലെ ആദർശേട്ടൻ മുംബൈക്ക് പോകുമ്പോൾ ആകെ ടെൻഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുമ്പം അന്നേരവും നന്ദു പറയുന്നുണ്ട് ആദർശേട്ടൻ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത്തിരി സമാധാനമുണ്ട്, കാരണം ആദർശേട്ടൻ വിജയിച്ചേ വരുവുള്ളൂ എന്ന് എനിക്കറിയാം, നീ ആയിരുന്നെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചേനെ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം എന്തൊക്കെയോ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് എനിക്ക്. എന്നിട്ട് അനി പറയുന്നുണ്ട് ആദർശേട്ടൻ പോയി വിജയിച്ച് വരട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം, നീയും അങ്ങനെയൊക്കെ വിജയിച്ച് വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോം വയ്ക്കുന്നത്. ഫോം വെച്ച് കഴിയുമ്പം അനി ഓർക്കുക ഈശ്വര വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു വഴി, അതുപോലെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, അതിനിടയ്ക്കാണ് സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മനസ്സ് മാറാതിരിക്കാൻ ഞാൻ ഓരോന്ന് ചെയ്യേണ്ടി വരുന്നത്, എല്ലാം കൂടെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ വിഷമമാണ് എനിക്ക്. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി ബെഡൊക്കെ വിരിച്ചിടുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നവ്യ വരുന്നത്. അപ്പോൾ നവ്യ ചോദിക്കും നീ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം വേണ്ടി എനിക്ക് ഓരോന്ന് ചെയ്യാമെങ്കിൽ നിന്നെ എനിക്ക് സഹായിക്കാമല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കുമൊന്നും വേണ്ട, ഇതെല്ലാം മാറും, ഞാൻ AN ജ്വല്ലറിയിലെ ആ ഡേവിഡ് സാറിനോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഡേവിഡ് സാർ നിനക്ക് വേണ്ടി നല്ലൊരു പോസ്റ്റ് ഒഴിച്ചിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം അഭി പറയുന്നുണ്ട് എനിക്ക് ആ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നുന്നുണ്ട്, കാരണം എന്നെ ദുബായിൽ നിന്ന് വിളിച്ച ആ അജ്ഞാതൻ ആ സാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കഴിഞ്ഞ ഇടതൊട്ടാണ് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്, അവർക്ക് ഈ കുടുംബമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും വൈരാഗ്യവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ അവർ മോഡലാക്കിയത് എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരെന്നെ മോഡലാക്കിയത്, അല്ലാതെ എൻ്റെ കഴിവ് കണ്ടിട്ടല്ല അല്ലേ എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പം അല്ല നിനക്ക് കഴിവുണ്ട്, പക്ഷേ അന്ന് ഇൻ്റർവ്യൂ നടത്തിയതിൽ നിന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു, എന്നിട്ടും നിന്നെ മാത്രം അവർ സെലക്ട് ചെയ്തത് ഇങ്ങനെ എന്തോ ഉദ്ദേശം വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ മൂർത്തി ജ്വല്ലറിയിലെ മോഡലാണ് എന്നാണ് വെച്ചിരുന്നത്, പിന്നെ നേരിൽ കണ്ടപ്പം ഇവിടുത്തെ മരുമോളാണ് എന്നുകൂടെ കരുതിയപ്പം അവർക്കത് കുറച്ചുകൂടി അങ്ങ് ഇഷ്ടപ്പെട്ടു, അതായിരുന്നു എന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ പറയുന്നു. അതുപോലെ നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഡേവിഡ് സാറാണെന്ന് തോന്നുന്നു മുംബൈയിലേക്ക് ആ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത്, അതിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത് അദ്ദേഹമാണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് പിന്നെ അവർ പെർഫോം ചെയ്യാതിരിക്കുമോ, അവർക്ക് വേണം ഈ ഡീൽ കിട്ടാൻ, അങ്ങനെ AN ജ്വല്ലറി വളരുമ്പം മൂർത്തി ജ്വല്ലറി നശിച്ചു പോകണം, അതാണ് വേണ്ടത്, AN ജ്വല്ലറിക്കാരെ ഇനി നമ്മൾ സഹായിക്കണം, അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.